വരും. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ, സഹകരിക്കൂ, സഹകരിക്കൂ പ്ലീസ്. പ്ലീസ് എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പോ ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. പ്ലീസ് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. Please resume your seat, please. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പോകൂ. അടുത്ത വിഷയത്തിലേക്ക് കിടക്കണം. പ്ലീസ് പ്ലീസ്. ഇന്നും നാളെ ചർച്ച ചെയ്താൽ മതി. ഇന്നും നാളെ ചർച്ച ചെയ്യാൻ സന്ദർഭമുണ്ടല്ലോ. സർ ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ ടി വി ഇബ്രാഹിം. ശ്രീ ടി വി ഇബ്രാഹിം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. മനുഷ്യ വികസന സൂചികയിൽ രാജ്യത്തിന് മാതൃകയായ കേരളത്തിൽ പോലും വിവിധ പ്രദേശങ്ങൾക്കിടയിൽ വികസനത്തിലും സർക്കാർ സേവനങ്ങളുടെ ലഭ്യതയിലും ഗണ്യമായ അസമത്വങ്ങൾ നിലനിൽക്കുന്നത് ഏറെ ഗൗരവകരമായി കാണേണ്ടതാണ്. ജനസംഖ്യ പിന്നോക്കാവസ്ഥ പരിഗണിക്കുമ്പോൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ എല്ലാ ജില്ലകളിലും തുല്യമായ പരിഗണന ലഭിക്കുന്നില്ല. ഞാൻ ഈ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ്, ഈ അവതരിപ്പിച്ചതിന് ശേഷമാണ് പുതിയ വികസന പദ്ധതികളുടെ വിതരണത്തിലെ പ്രാദേശിക അന്തരം കുറക്കാൻ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന